സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിൽ അരുന്ധതി ആണെങ്കിൽ എല്ലാ സത്യങ്ങളും പ്രഭാവതിയോട് തുറന്നു പറയാൻ തീരുമാനിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ദേവിക വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ സത്യങ്ങളും രാധികയോടും മാധവനോടും പറയുന്നുണ്ട്. പിന്നീട് ശാരികയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശാരിക വീണ്ടും കെവിനെ വിളിക്കുന്നുണ്ട്. കെവിനെ വിളിച്ചതും കെവിൻ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ സമയത്ത് ഈ ശാരിക പറയുന്നുണ്ട്, ചേച്ചി ഒരു പ്രശ്നമായിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ കെവിൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, നന്ദേട്ടനായിട്ട് ചെറിയൊരു ഇഷ്യൂ, ഇനിയിപ്പോൾ എന്തായാലും ചേച്ചി തിരിച്ചു പോകണില്ല എന്ന് പറഞ്ഞേ, എനിക്ക് കെവിൻ ചേട്ടനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ ഈ കെവിൻ പറയുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ബിസിയാണ് ശാരിക, പിന്നെ എപ്പോഴെങ്കിലും കാണാൻ ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കെവിനാണെങ്കിൽ ഇസബല്ലയെ വിളിച്ചിട്ട് ഇസബല്ലയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യണില്ല. പിന്നീട് വീണ്ടും വിളിക്കുമ്പം എന്താണെന്നും പറഞ്ഞുകൊണ്ട് കോളെടുത്ത് ദേഷ്യപ്പെടുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, ബെല്ല നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന്, ഇപ്പം എന്തായി, ദേവിക നന്ദനുമായിട്ട് പിണങ്ങിപ്പോയി, ഇനി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എന്തെങ്കിലും ഒരു പ്ലാൻ നടക്കുമോ, എന്തൊക്കെയാണ് ബെല്ല ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്താ കെവിൻ നീ എന്നെ കുറ്റപ്പെടുത്തണോ, പിന്നെ കുറ്റപ്പെടുത്താതെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത ആ ഋഷിയുടെ കേസിൽ, എന്നിട്ടിപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ, ദേവിക പിണങ്ങി പോകാൻ കാരണക്കാരി നീ മാത്രം, നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് നന്ദനെ വെച്ച് ദേവികയിൽ നിന്നും പലതും നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഞാനങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും നേടാനല്ല നടക്കുന്നത്, എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു നന്ദനെ സ്വന്തമാക്കണമെന്ന്, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, ഇനിയിപ്പോൾ കെവിൻ എൻ്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കെവിൻ നിൽക്കണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നും പറഞ്ഞ് ഇസബല്ല ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെ ഋഷീനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഋഷിയോട് പറയുന്നുണ്ട്, മോനെ ഋഷി, ഇനിയും നിൻ്റെ ഈ ഒളിച്ചുകളി മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല, ഇപ്പം തന്നെ ദേവികയും നന്ദനും വേർപിരിഞ്ഞ മട്ട, അവരുടെ ജീവിതം നീയായിട്ട് തകർക്കരുത്, അവർ നിനക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ മോനെ, അതുമാത്രമല്ല നിന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പോലും ദേവിക, അതുകൊണ്ട് ഋഷിയോട് ഞാനൊരു കാര്യം പറയാം, ഇനി അവരെ ദ്രോഹിക്കരുത്, അവരുടെ ജീവിതം തകർക്കരുതെന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, ഇല്ല, ആ കുടുംബം തകർത്ത് തരിപ്പണമായാലേ എൻ്റെ പക തീരുള്ളൂ, എൻ്റെ ലീനനെ കൊന്നത് പ്രഭാവതിയല്ലേ, അതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്ന പോലെ തന്നെ പ്രഭാവതിയുടെ മകൻ്റെ ജീവിതം തകരണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, വേണ്ട മോനെ, നമ്മളിനി ഒന്നിനും നിൽക്കണ്ട, ഇത്രയും ദിവസം നമ്മളവരെ മാക്സിമം ബുദ്ധിമുട്ടിച്ചില്ലേ, ഇപ്പം തന്നെ നീ മരിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് നന്ദനും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുമാത്രമല്ല ആ ഇസബല്ലയും കെവിനും നന്ദനെയും കൊണ്ട് എന്തൊക്കെയോ മുതലെടുപ്പ് നടത്തുന്നുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട ഋഷി, ഇനി അവർക്ക് നീ കൂട്ടു നിൽക്കരുതെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരുടെ ജീവിതം തകർത്തിട്ടേ അടങ്ങുള്ളൂ. അന്നേരം അരുന്ധതിയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, കെവിനൊക്കെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, അതുമാത്രമല്ല കെവിനെ നീ വിശ്വസിക്കുകയും ചെയ്യരുത് മോനെ, നന്ദൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് കെവിൻ, എന്നിട്ടും നന്ദനെ ചതിക്കാൻ നിനക്കൊപ്പം നിന്നെങ്കിൽ അവനെ നമുക്ക് വിശ്വസിക്കണേ എങ്ങനെയാണ്, നന്ദനെ ചതിച്ചതുപോലെ തന്നെ അവൻ നിന്നെയും ചതിക്കും, ഇനിയിപ്പോൾ നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം മറ്റാരെങ്കിലും അറിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് നിന്നെ കൊല്ലാനും അവർ മടിക്കൂല. അന്നേരം ഋഷി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കാതെ നോക്കാനേ എനിക്ക് അറിയാമെന്ന് പറഞ്ഞതും അരുന്ധതി പറയുന്നുണ്ട്, നീ ഇനിയും നിൻ്റെ വാശിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ സത്യങ്ങളെല്ലാം എനിക്ക് പ്രഭാവതിയോടും ദേവികയോടും തുറന്ന് പറയേണ്ടി വരും. അത് കേട്ടതും ഋഷി ഒന്ന് ഞെട്ടുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയണത്, അവരോട് സത്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം എന്താവും, ഞാൻ ജയിലിൽ പോകേണ്ട വരില്ലേ എന്ന് ചോദിക്കുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, ഇല്ലെങ്കിലും നിൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്, നീ ഒരു കൊലപ്പുള്ളീനെ കൂട്ട് ഒളിവിലല്ലേ ജീവിച്ചുകൊണ്ടിരിക്കണേ, നിനക്ക് എത്ര കാലം ഇങ്ങനെ മറിഞ്ഞിരിക്കാൻ പറ്റും, നിനക്ക് പുറത്തിറങ്ങി സാധാരണ കൂട്ട് ജീവിക്കണ്ടേ, അതിന് നീ ജീവിച്ചിരിക്കേണ്ടെന്ന് എല്ലാവരും അറിഞ്ഞാലല്ലേ സാധിക്കുള്ളൂ, അല്ലാതെ നീ മരിച്ചു പോയെന്നും പറഞ്ഞ് റൂമിലിരുന്ന് എത്ര കാലം നിനക്ക് ജീവിക്കാൻ പറ്റും ഋഷി, അതുകൊണ്ട് അമ്മ പറയണത് മോൻ കേൾക്ക്, നമുക്കിതെല്ലാം അവസാനിപ്പിക്കാം, എല്ലാ സത്യങ്ങളും ദേവികയോടും നന്ദനോടും പ്രഭാവതിയോടും പറയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയും സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സിദ്ധു എന്താ ഒരു കാര്യത്തിൽ ഇടപെടാണ്ട് ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് കാര്യത്തിൽ ഇടപെടണമെന്നാണ് താൻ പറയണത്, തന്നോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു ആ ഫയൽ നന്ദനാണ് എടുത്തതെന്ന്, അപ്പോൾ താൻ എന്താ പറഞ്ഞേ, നന്ദൻ എടുത്തിട്ടില്ല എന്നല്ലേ, എന്നിട്ട് അവസാനം താൻ തന്നെ പറഞ്ഞു നന്ദൻ അത് എടുത്തേക്കണമെന്നുള്ള രീതിയിൽ, അതുമാത്രമല്ല നന്ദൻ ആ ഫയൽ കൊണ്ടുവന്ന് ദേവികയ്ക്ക് കൊടുക്കുകയും ചെയ്തു, അതിനു മുമ്പ് ദേവിക ആ ഫയൽ കിട്ടാണ്ട് എത്രയധികം ബുദ്ധിമുട്ടും വിഷമിക്കുകയും ചെയ്തു, അപ്പോഴൊന്നും അമ്മയും മകനും അത് തുറന്നു പറഞ്ഞില്ലല്ലോ, പിന്നീട് കള്ളത്തരം കൈയോടുകൂടി പിടിച്ചപ്പോഴല്ലേ നന്ദന ഫയൽ കൊടുത്തത്.
അതും ദേവികയുടെ സങ്കടം കണ്ടിട്ടൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ പോലീസ് കേസൊക്കെ ആയി ചോദ്യം ചെയ്യുമ്പോൾ സത്യങ്ങൾ പുറത്ത് വരുമെന്നോർത്ത് പേടിച്ചിട്ടല്ലേ. നന്ദൻ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? അതിപ്പോഴും താൻ തുറന്ന് പറയുന്നില്ലല്ലോ. എന്തായാലും താനും നന്ദനും എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. അതിപ്പോൾ തൊട്ടല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ദേവിക പ്ലാന്റിന് അനുമതി കൊടുത്തത് പോലും. അതല്ല സിദ്ധു ഞാൻ പറഞ്ഞത്, ദേവികയെ തിരിച്ചു കൊണ്ടുവരണ്ടേ, നമ്മളുടെ മകൻ്റെ ജീവിതം തകരൂലേ എന്ന് പറയുമ്പം ഇപ്പോഴും താൻ തൻ്റെ മകനെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. ആ പെൺകുട്ടിയെക്കുറിച്ച് താൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ. അവൾ കണ്ടത് എന്താ? സ്വന്തം ഭർത്താവിനെ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഹോട്ടലിൽ ചെന്ന് കയ്യോടുകൂടി പിടിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയോട് വീണ്ടും ആ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് പറയാൻ തനിക്ക് നാണാവണില്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു പറയുന്നതൊക്കെ നേരാ, പക്ഷെ അതെല്ലാം ദേവികയുടെ വെറും തെറ്റിദ്ധാരണ. നന്ദനും ഇസബല്ലയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് പറയുമ്പം താൻ വീണ്ടും വീണ്ടും നന്ദനെ ന്യായീകരിക്കല്ലേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പ്രഭേ, താനൊന്നും മിണ്ടാതെ പോയേ. എന്തായാലും ദേവികയുടെ തീരുമാനത്തിനെ ഞാൻ വില കൽപ്പിക്കുള്ളൂ. തീരുമാനം എന്തെടുത്താലും ഞാൻ ദേവികയ്ക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് പറയുമ്പം പ്രഭാവതിക്കാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടമാവുന്നുണ്ട്. കാരണം നന്ദൻ്റെയും ദേവികയുടെയും ജീവിതം തകർന്ന കണ്ടിട്ട് പ്രഭാവതിക്കാണെങ്കിൽ സഹിക്കണില്ല. പക്ഷേ സത്യങ്ങൾ സിദ്ധാർത്ഥനോട് തുറന്നു പറയാനുള്ള ധൈര്യവുമില്ല. അത് വേറൊന്നുമല്ല, ഋഷിയുടെ കൊലപാതകം ഇസബല്ലയും കെവിനും കൂടി മറച്ചു വെച്ചതിന് പ്രത്യുപകാരമായിട്ടാണ് ആ പ്ലാന്റിന് അനുമതി വാങ്ങിക്കൊടുത്തതെന്ന് പ്രഭാവതിക്ക് പറയാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധു എങ്ങനെ പെരുമാറും എന്നുള്ള പേടി കൊണ്ടാണ് അവരത് മിണ്ടാണ്ട് നിൽക്കുന്നത് തന്നെ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയാണ്. നന്ദന ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രഭാവതി എന്നിട്ട്, എന്താ നന്ദ, നിനക്ക് ഭക്ഷണമൊന്നും വേണ്ടേന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും വേണ്ട അമ്മേ, എനിക്ക് വിശപ്പില്ല, എന്തായാലും എൻ്റെ ജീവിതം തകർന്നു. ഏത് നേരത്താണോ എനിക്ക് ആ ഋഷിയെ കൊല്ലാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണി പെറുക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയില്ല നന്ദ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നന്ദനാണ് ഈ പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എനിക്ക് ദേവികേനെ കൊണ്ട് നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിക്കേണ്ട വന്നതും അതുകൊണ്ടാണ്. ആ ഫയൽ ഞാൻ മോഷ്ടിച്ചതും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. എന്നാലും നീ ആ ഫയൽ ആർക്ക് വേണ്ടിയിട്ടാണ് നന്ദ എടുത്തതെന്ന് ചോദിക്കുമ്പം അതെന്നോട് CI കുരുവിള പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തത്. അതെന്തിനാ അയാൾക്കെന്ന് ചോദിക്കണ നേരത്ത് നന്ദൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ആ ഫയൽ ഇസബല്ല ഇവിടെ തന്നെ വയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട അമ്മയെന്ന്. പിന്നീട് നന്ദൻ പറയുന്നുണ്ട്, എനിക്കെന്തായാലും ദേവി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അമ്മേ, എത്രയും പെട്ടെന്ന് അമ്മ ദേവിയെ വിളിച്ച് അവളോടും കൂടി വരാൻ പറയണമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് നന്ദ അവളെ വിളിച്ച് സംസാരിക്കണേ, എന്തായാലും നീ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കുമെന്ന് പറയാൻ നേരം നന്ദൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചാൽ ദേവി ഫോൺ എടുക്കില്ല, അമ്മയൊന്ന് വിളിച്ച് നോക്കുമെന്നും പറഞ്ഞ് പ്രഭാവതി ആണെങ്കിൽ ഫോൺ എടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ദേവിക ഫോൺ ബെല്ലടിക്കാനായിട്ട് എടുത്തു നോക്കിയതും അമ്മയാന്ന് കണ്ടിട്ട് അമ്മ എന്തിനാ ഇപ്പം എന്നെ വിളിക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്തായാലും ഫോൺ എടുത്ത് നോക്കാമെന്ന് മനസ്സിൽ തീരുമാനിച്ച് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ അമ്മയെന്ന് ചോദിച്ചതും അത് മോളെ, നന്ദൻ ഇവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കുക, മോള് നന്ദനെ കൈവിടരുത്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം മോളുടെ തെറ്റായ ധാരണയാന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എൻ്റെ ധാരണയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ. അല്ല മോളെ, ഇസബല്ലയും നന്ദനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പം അത് അമ്മയാണോ പറയണേ, ഞാൻ നേരിട്ട് കണ്ടതാന്ന് പറഞ്ഞതും നന്ദനാണ് ഈ പറയുന്നുണ്ട്, ദേവീനോട് എന്നോടൊന്ന് സംസാരിക്കാൻ പറയും അമ്മയെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നന്ദന് മോളോടൊന്ന് സംസാരിക്കണം എന്നാണ് പറയണേന്ന് പറയുന്ന സമയത്ത് ഈ ദേവികയാണ് ഈ പറയുന്നുണ്ട്, പോയി വേറെ വല്ല പണിയുണ്ടോ എന്ന് നോക്കാൻ പറ, എനിക്ക് ഇനി അങ്ങനെ ഒരു ഭർത്താവും ഇല്ല, എനിക്ക് അയാളോട് സംസാരിക്കേണ്ട കാര്യമില്ല, അമ്മ ഇത് പറയാനാ ഫോൺ വിളിച്ചെങ്കിൽ ഫോൺ വെച്ചിട്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ദേവികയാണ് ഈ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നന്ദനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുന്ന സമയത്താണ് ഇസബല്ല വിളിക്കണത്. ഇസബല്ല വിളിച്ചതും നന്ദൻ ഫോൺ എടുത്തിട്ട് എന്താ ബെല്ലാന്ന് വയ്ക്കുമ്പം എന്ത് പറ്റിയിടാ, നീ എന്താ ആകെ വയ്യാത്ത പോലെ സംസാരിക്കണേ, നിന്നെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പം വേണ്ട ബെല്ല, ഞാനിനിയിപ്പോൾ എങ്ങോട്ടും വരണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കണുള്ളൂ എന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, അതെന്തൊരു വർത്താനാടാ, എന്തായാലും നീ സങ്കടപ്പെട്ടിരിക്കുമ്പം എനിക്കും സങ്കടമല്ലേ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീരുമാനത്തിലെത്താമെന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ എന്നാൽ ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇസബല്ലയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇസബല്ലയുടെ അടുത്ത് എന്നതും ഇസബല്ല ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടാ നന്ദ, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ, നീ ഭക്ഷണമൊന്നും കഴിക്കണല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല ബെല്ല, എനിക്കൊന്നും കഴിക്കാനും പറ്റണില്ല, ഉറങ്ങാനും പറ്റണില്ല, ഞാൻ ആകെ ടെൻഷനില്ല. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ, അല്ല ദേവി എന്നെ വിട്ടുപോയി, ദേവി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നും പറഞ്ഞ് ഈ നന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെടുമ്പം ഇസബല്ല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവളെ നിൻ്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അധികം കഷ്ടപ്പെട്ടത്, ഇനി ഒരിക്കലും അവൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനായിരിക്കുന്നു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദനോട് പറയുന്നുണ്ട്, നീ എന്തിനാ നന്ദ ഇങ്ങനെ വിഷമിക്കുന്നത്,
അവൾക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമമില്ലല്ലോ, പിന്നെ നീ മാത്രമായിട്ട് ഇങ്ങനെ സങ്കടപ്പെടണേ എന്തിനാ? നിനക്ക് അവളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ നിന്നെ വിശ്വസിക്കില്ലായിരുന്നോ? ഈ രീതിയിൽ നിന്നെയും എന്നെയും ചേർത്ത് കഥകൾ ഉണ്ടാക്കുമായിരുന്നു എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ദേവിയെ കുറ്റപ്പെടുത്തല്ല ബെല്ല, ദേവി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ദേവി പാവ, ഞാൻ അവളെ വിഷമിപ്പിച്ച്, ഞാൻ അവളെ ചതച്ചു അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ എണ്ണി പറക്കുന്ന സമയത്ത് ഇസബെല്ല ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നന്ദനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലായിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.